നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. തിരുവോണത്തിന്റെ വരവറിയിച്ചുള്ള പൂവിളികൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് അത്തം. ഇനിയുള്ള നാളുകൾ മലയാളികൾ പൂക്കളമിട്ട് ഓണത്തെ വരവേൽക്കും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഇനി ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ. സമഭാവനയുടെ സന്ദേശമോതുന്ന തിരുവോണത്തിനായി മാവേലിയെ വരവേൽക്കാൻ നാടും നാട്ടാരും ഒരുങ്ങുകയാണ്. ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര തുടങ്ങി. ഇതോടെ സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. രാവിലെ 9-ന് മന്ത്രി MP രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി P രാജീവ് അത്തപ്പതാക ഉയർത്തി. നടൻ ജയറാം ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. തൃപ്പൂണിത്തുറ ബോയ്സ് ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങിയ ഘോഷയാത്ര നഗരം ചുറ്റി അവിടെ തന്നെ അവസാനിക്കും. ആനയും അമ്പാരിയും നിശ്ചല ദൃശ്യങ്ങളുമടക്കം വർണ്ണശബളമായ കാഴ്ചകളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. തിരക്ക് കണക്കിലെടുത്ത് തൃപ്പൂണിത്തുറയിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 വരെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളക്കരയാകെ ആവേശത്തോടെ ഓണത്തെ വരവേൽക്കാനൊരുങ്ങി. നാടും നഗരവും ഇന്നു മുതൽ പൂക്കളമിട്ട് മാവേലി മന്നനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്ലബ്ബുകളും വിവിധ സംഘടനകളും പൂക്കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അന്യ സംസ്ഥാനത്തു നിന്നുള്ള പൂക്കളും വിപണിയിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ റെഡിമെയ്ഡ് പൂക്കളങ്ങളുടെ സാന്നിധ്യം പരമ്പരാഗത പൂക്കച്ചവടത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഒരിക്കൽ വാങ്ങിയാൽ വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന റെഡിമെയ്ഡ് പൂക്കളങ്ങൾ വിപണി കീഴടക്കാൻ സാധ്യതയേറെയാണ്. ഓണച്ചന്തകളിലും ചെറുകിട കടകളിലും തുണിപ്പൂക്കൾ, ഓണാശംസാ സ്റ്റിക്കറുകൾ, മാവേലി സ്റ്റിക്കർ തുടങ്ങിയ അലങ്കാരങ്ങളും സുലഭമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓണക്കോടി, ഓണക്കുല എന്നിവ സ്വന്തമാക്കാനുള്ള തിരക്കിലേക്ക് മാറും. കുടുംബശ്രീ, സഹകരണ ചന്തകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ എന്നിവരും ഓണസമ്മാനങ്ങളുമായി വൻകിട കച്ചവടക്കാരും വിപണിയിൽ സജീവമായുണ്ട്. വെള്ളിയാഴ്ച സ്കൂൾ കോളേജുകൾക്ക് ഓണാവധി എത്തുന്നതിനോടൊപ്പം വിപണിയിൽ തിരക്ക് കൂടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. യുവാക്കൾ, വിവിധ സംഘടനകൾ എന്നിവർ പായസ ചലഞ്ചുകൾ സംഘടിപ്പിച്ച് ആഘോഷത്തിന് നിറം കൂട്ടുന്നു. എന്നാൽ ചൊവ്വാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ പ്രവചനവും കച്ചവടക്കാർക്ക് നേരിയ ആശങ്ക ഉളവാക്കുന്നുണ്ട്. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രനടയിൽ അത്തപ്പൂക്കളം ഒരുങ്ങി. 42 വർഷം മുമ്പ് ക്ഷേത്ര പരിസരത്ത് വ്യാപാരികൾ തുടങ്ങിവെച്ച അത്തപ്പൂക്കളം ഈ വർഷവും മുടങ്ങാതെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഒരുക്കിയത്. തേക്കത്ത് സന്ദീപ്, ഷിജു കൈപ്പട, മിഥുൻ, നിമിഷ എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. വേലൂർ തണ്ടിലത്ത് നിന്ന് 2.5 കിലോ കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി. തണ്ടിലം മനക്കലാത്ത് 32 വയസ്സുള്ള ജിഷ്ണുവാണ് പിടിയിലായത്. തൃശൂർ പോലീസ് കമ്മീഷണറുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും എരുമപ്പെട്ടി പോലീസും ചേർന്നു നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. തണ്ടിലം പള്ളിക്ക് സമീപം ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. ആംബുലൻസ് ഡ്രൈവറായ ജിഷ്ണു ഒരാഴ്ചയായി ലീവിലായിരുന്നു. ഇയാൾക്ക് കഞ്ചാവ് വിൽപ്പനയുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇയാളുടെ വീട്ടിൽ മിന്നൽ പരിശോധന നടത്തിയത്. വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ചാവക്കാട് കൂട്ടുങ്ങൽ ചതുരത്തിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. PV ബദറുദ്ദീൻ, CA ഗോപപ്രതാപൻ, R രവികുമാർ, KV സത്താർ, അഡ്വക്കേറ്റ് അജിത്, KD വീരമണി, KV ഷാനവാസ്, KP ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരം ചുറ്റി ഗുരുവായൂർ കിഴക്കേ നടയിൽ മാർച്ച് സമാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് 1 ലക്ഷം തൊഴിലെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഉയരെ 2025 പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. നഗരസഭ NV സോമൻ സ്മാരക ഹാളിൽ ഗുരുവായൂർ MLA NK അക്ബർ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലീം, അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, ബുഷറ ലത്തീഫ്, പ്രസന്ന രണദിവെ, മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ്, വൈസ് ചെയർപേഴ്സൺ സാജിദ സലാം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള 30-ലധികം തൊഴിൽ ദാതാക്കളും 300-ൽ പരം തൊഴിൽ അന്വേഷകരും മേളയിൽ പങ്കെടുത്തു. നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ നന്ദിയും പറഞ്ഞു. പൊന്നോണക്കാലത്തെ വരവേറ്റ് നാട്. വിവിധയിടങ്ങളിൽ പുഷ്പ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഓണം വിപണികൾക്കും മേളകൾക്കും തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം നഗരസഭ ആർത്താറ്റ് കൃഷിഭവനിലെ മികച്ച കർഷകൻ ശ്രീജിത്ത് നാറേരിയുടെ പുഷ്പ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നഗരസഭ 24-ാം വാർഡ് ആനായിക്കൽ കക്കയം പ്രദേശത്തെ 1 ഏക്കർ വരുന്ന കൃഷിയിടത്തിലാണ് വിവിധയിനം പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്തിരുന്നത്.
നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആർത്താറ്റ് കൃഷി ഓഫീസർ സ്വേഗ മുഖ്യാതിഥിയായി. കൗൺസിലർ വി കെ സുനിൽകുമാർ, അർബൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജിതിൻ കെ വിജയൻ, കാണിയാമ്പാൽ പാടശേഖര കമ്മിറ്റി അംഗം സോമൻ മാസ്റ്റർ, സുഗു കുറ്റിക്കാട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊരട്ടിക്കര ശ്രീ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രമൈതാനിയിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് കടവല്ലൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ക്ഷേത്രം പ്രസിഡന്റുമായ പ്രഭാത് മുല്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം സെക്രട്ടറി ഘോഷ് കുമാർ, മാതൃസമിതി സെക്രട്ടറി ശ്രീജിനി പ്രസിഡന്റ് ജീന സുഭാഷ്, രക്ഷാധികാരികളായ വേണുഗോപാൽ, വിശ്വംഭരൻ, സുബ്രൻ ഉണ്ണികൃഷ്ണൻ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുഷ്പകൃഷിയോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും വിളവെടുപ്പ് നടത്തി. പച്ചക്കറികളും പൂക്കളും ക്ഷേത്രത്തിൽ തന്നെ വിൽപ്പന നടത്തി. ചാവക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വിപണി ബാങ്കിന്റെ പുതിയ കെട്ടിടത്തിൽ ആരംഭിച്ചു. വിതരണോദ്ഘാടനം MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് മാലിക്കുളം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി PP നാരായണൻ സ്വാഗതം പറഞ്ഞു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 7-ാം വാർഡിൽ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കിഴക്കേ പന്നിശ്ശേരി റോഡിൽ ട്രാൻസ്ഫോമർ മുതൽ വെട്ടുകാട് സെന്റർ വരെയുള്ള 2 കിലോമീറ്ററിലധികം വരുന്ന റോഡിന്റെ വശങ്ങളാണ് വൃത്തിയാക്കിയത്. സമീപവാസിയായ യുവാവ് ബൈക്കിൽ സഞ്ചരിക്കവേ പെരുമ്പാമ്പിന്റെ മുകളിലൂടെ വാഹനം കയറി വീണ് പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്നാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. സാമൂഹ്യവിരുദ്ധർ ഈ റോഡിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവായിരുന്നു. തെരുവ് നായകളുടെയും ഇഴജന്തുക്കളുടെയും ശല്യവും രൂക്ഷമാണ്. BJP വാർഡ് കൺവീനർ ജോസഫ് ഫ്രാൻസിസ്, പ്രവർത്തകരായ സതീശൻ, ജോയ്, ഷൈജൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വാഗ ജമാഅത്ത് കമ്മിറ്റിയും അൻസാർ മുസ്ലിം സംഘവും ചേർന്ന് നബിദിന വിളംബര റാലി നടത്തി. ജമാഅത്ത് പ്രസിഡന്റ് ഉമർ അൻവരി മുഹമ്മദ് അലി ഷാനവാസ് ഷാജിക്ക് പതാക കൈമാറി വിളംബര റാലി ഉദ്ഘാടനം ചെയ്തു. ഷൗക്കത്ത് അൻവരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കമ്മിറ്റി ഭാരവാഹികളായ RM സൈദു, സുലൈമാൻ മാസ്റ്റർ, മൊയ്തു ആലി, ഹനീഫ ഹാജി, റസാഖ് ഹംസ, അൽഫാജ്, മുജീബ് റഹ്മാൻ, മദ്രസ സദർ അലിമോൻ, ഫൈസി യൂസഫ് മൗലവി എന്നിവർ സംസാരിച്ചു. റാലിക്ക് ശേഷം ജമാഅത്ത് രക്ഷാധികാരി അബ്ദുൽ ഖാദർ ഉസ്താദ് പതാക ഉയർത്തി. തുടർന്ന് മധുര വിതരണവും നടന്നു. വോട്ട് കൊള്ളയിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി കുന്നംകുളം, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഫ്രീഡം ലൈറ്റ് മാർച്ച് നടത്തി. കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ PI തോമസ്, മിഷ സെബാസ്റ്റ്യൻ, ഫ്രെഡി, നിഷാദ് ഷറഫുദ്ദീൻ, രമേശ്, ബാലചന്ദ്രൻ, അലി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ സ്ഥിരം ഡോക്ടർ ഇല്ലെന്നും ഫോൺ സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ആരോപിച്ച് BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. ആയുർവേദ മരുന്ന് ലോബികളെ സഹായിക്കുന്നതിനു വേണ്ടി മുൻപുണ്ടായിരുന്ന ഡോക്ടറെ മാറ്റുകയാണ് ഉണ്ടായതെന്ന് BJP ആരോപിച്ചു. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, രാമചന്ദ്രൻ മങ്ങാട് എന്നിവർ സംസാരിച്ചു. രണ്ടാഴ്ച ലീവിന് കൊണ്ടൊരു ഡോക്ടർ പോയിട്ടുണ്ട്. അതൊരാൾ വെച്ചിട്ടുണ്ട്. ആള് ഇപ്പോൾ വരുന്നില്ല. അത് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വെച്ചിട്ട് കാലഘട്ടത്തിൽ ചെയ്യണം. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഡോക്ടർ സംവിധാനം ഇല്ല. രോഗികളൊക്കെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ വേറെ കാര്യം, ആ ഹോസ്പിറ്റലിൽ ഒരു ഫോൺ സൗകര്യം ഇല്ല. രോഗികൾക്ക് ഫോൺ വിളിച്ചിട്ട് ഡോക്ടർ ഉണ്ടോ ഇല്ലെന്ന് ചോദിക്കാനുള്ള ഫോൺ സൗകര്യം ഇല്ല. പൈസ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് സിസ്റ്റത്തിലുള്ള ഈ ഹോസ്പിറ്റലിൽ വരാതെ ഏറ്റവും കൂടുതൽ പൈസ ഉപയോഗിച്ചുകൊണ്ട് പൊതു ഹോസ്പിറ്റലുകളിലേക്ക് നിർബന്ധിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ. ആ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ സേവനം ലഭിക്കണമെന്നും അതുപോലെ ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കൃത്യമായിട്ട് വിവരം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോൺ സൗകര്യം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ പ്രതിഷേധം ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിൽ പാതയ്ക്ക് ഇരുവശങ്ങളിലുമായി നിന്നിരുന്ന പാഴ്ചെടികൾ വെട്ടിമാറ്റി വെൽഫെയർ പാർട്ടി പ്രവർത്തകരുടെ സേവന മാതൃക. ആൽത്തറ, തിപ്പലശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന യാത്രക്കാർക്ക് പെരുമ്പിലാവ് ജംഗ്ഷനിലേക്ക് എളുപ്പം എത്തിച്ചേരുന്നതിനുള്ള മാർഗം കൂടിയാണിത്. റോഡിൽ ഇരുവശവും പാഴ്ചെടികൾ വളർന്നതോടെ കാൽനടയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി യാത്ര ചെയ്തിരുന്നത്. മേഖലയിൽ ഇഴജന്തുക്കളുടെ ശല്യവും ഉണ്ടായിരുന്നു. പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ടീം വെൽഫെയർ ക്യാപ്റ്റൻ ഷബീർ അഹ്സൻ, ഹുസൈൻ ആൽത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,355 രൂപ, പവന് 74,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 126 രൂപ. ചരമം. വേലൂർ തെക്കേക്കര പരേതനായ പുത്തൂർ തറയിൽ ജോസ് ഭാര്യ ലില്ലി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തും. ഫ്രാൻസിസ്, ബൈജു, ഷീബ എന്നിവർ മക്കളാണ്. കൂനമുച്ചി തരകൻ മേലൂട്ട് പരേതനായ അന്തോണി മാസ്റ്റർ ഭാര്യ ആനി നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30-ക്ക് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ജോയി, അൽഫോൺസ, സെലീന, ടോമി, മറിയാമ്മ, വത്സ എന്നിവർ മക്കളാണ്. കടവല്ലൂർ വട്ടമാവ് തോമ്പ്രപടി കുട്ടൻ നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടത്തി. രജനി ഭാര്യയും രാകേഷ്, രജിഷ, രഗിഷ എന്നിവർ മക്കളുമാണ്. എരനല്ലൂർ കറപ്പം വീട്ടിൽ കുഞ്ഞി മുഹമ്മദ് ഭാര്യ ബീവാത്തു നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് പട്ടിക്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. താഹിറ, സുബൈർ, സുനി, സുധീർ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.